ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പുറകുവശത്തെ വ്യൂ ആണ്. ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലത്തെ സൈഡിലെ വ്യൂ ആണ്. ഞാൻ ഇത് ഉണ്ടാക്കിയതാണ്. വെൽക്കം ടു ടെക്നോളജി റോഡ്, ക്ലൈം യുവർ ഡ്രീം, അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. ഇവിടെ ഒരു കമുക് നമ്മൾ വെട്ടിയായിരുന്നു. അപ്പോൾ ആ കമുക് വെട്ടിയപ്പോൾ അതിനകത്ത് നിന്ന് പാർട്സും അതേപോലെ തന്നെ നമ്മൾ കുറേ വിറകൊക്കെ കൊണ്ടുവന്ന് ആ വിറകിൽ നിന്നുള്ള പാർട്സും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ചെടിയും ഒരു ലൈറ്റും ഒക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഫുള്ള് ചെറുതായിട്ടൊക്കെ ഗ്രാവിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടുവരാം. ഫിസിക്സിൻ്റെ ഒക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. എല്ലാവരും ഞാൻ എൻ്റെ ടെക്നോളജി റോഡിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻട്രി ചെയ്യാൻ നേരത്തെ കുറച്ച് സിസ്റ്റംസ് ആണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴി കുഴി എടുത്തിട്ട് ആദ്യം ആ കുഴി നമ്മൾ ഇറക്കി വെച്ച കുഴിയിൽ നിന്ന് നമ്മളൊരു കമുകിൻ്റെ പീസ്, അതായത് ഇവിടെ അറ്റത്തൊരു സൂചി പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിലാണ് ഈ സാധനം നിൽക്കുന്നത് തന്നെ. പിന്നെ അവിടെ ജസ്റ്റ് വെയിറ്റ് താങ്ങാൻ വേണ്ടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എസെൻഷ്യൽ പീസ്. അപ്പം ഇവിടാണ് ഇതിൻ്റെ വെയിറ്റ്, ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഇതാണ്. കുറേ കാറ്റൊക്കെ അടിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഒന്നും ഇത് പൊട്ടിയില്ല. പിന്നെ നമ്മൾ ഇവിടോട്ട് വരുവാണെങ്കിൽ കാണുന്നത് ഇത് കാണിച്ചു കൊടുക്കാം. ഈ സാധനമാണ് ഇതിനകത്ത് ഇതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓലയുടെ മണലാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ചെടിച്ചട്ടി കാത്താണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ ഈ പഞ്ഞി പോലത്തെ സാധനമാണ്, പൈപ്പാണ്. നമുക്ക് വളയ്ക്കാനൊക്കെ വേണമെങ്കിൽ പറ്റും, ഇങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റും. അതിനകത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ വള്ളിക്കകത്ത് മേളിൽ നിന്നൊരു കയറ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാണുന്ന സ്ട്രോങ്ങസ്റ്റ് ഈ തടി ഉണ്ടായത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ എഴുതി കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വെൽക്കം ടു ടെക്നോളജി ക്ലൈം യുവർ ഡ്രീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെക്നോളജി റോഡിലോട്ട് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിലോട്ട് കയറാനുള്ള അവസാനം തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് ഇതൊരു ട്യൂബ് ലൈറ്റാണ്. ഈ ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു നല്ല രസമാണ്. ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ശകലം ഗ്ലാസ് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് അടിക്കുന്നത് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി തന്നെ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഒരു രണ്ട് ചെടികൾ കാണാം. വളരെ മനോഹരമായ രീതിയിലാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലൊരു നല്ലൊരു ചെടിയും കൂടെ ഉണ്ട്. ഈ ചെടിയുടെ പേരെന്തോന്നും എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കവാടമായിട്ട് നല്ല പതുകൂട്ടൻ കമുകുകളെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല വെയിറ്റാണ്. നമ്മൾ ഉരുട്ടിയാണ് ഈ കമുകിനെയൊക്കെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി കസേരയുണ്ട്. അത് ചില്ല് റിലാക്സ് ഒക്കെ ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ലാമ്പും വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പല പല കളർ കത്തും, കാണിച്ചു തരാം. ഇതിപ്പോൾ വേറൊരു കളറാണ്. ഇതിപ്പോൾ ഒരു കളറും ഇല്ല. ഇത് നല്ല വെള്ള കളറാണ്. ഇത് ഗോൾഡൻ കളറ്. ഇത് കുറച്ചും ഗോൾഡും വെള്ളയും കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ കളറാണ് ഇവിടുത്തെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെള്ളയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വലിയ രസമില്ല. അങ്ങനെ ഇവിടെ നമ്മൾ കാണാനായിട്ടാണ് ഈ ക്ലൈംബ് യുവർ ഡ്രീം എന്ന് നിങ്ങൾ വായിച്ച് കാണും. ആ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയുള്ള മരമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ മരത്തിനകത്താണ് കയറൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. മരം കുരുങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും മരം നമ്മൾ കയറുമ്പോൾ മരം കുരുങ്ങും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. രാവിലെ കയറി ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ. കാരണം ഇപ്പോൾ പാമ്പൊന്നും കാണത്തില്ല. കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുട്ടാണ്, അങ്ങോട്ടേക്കൊക്കെ ഇരുട്ടാണ്. അതുകൊണ്ടാണ് നീറുമെല്ലാം കാണും. അതുകൊണ്ടാണ് കയറാത്തത്. നമ്മളിതിൻ്റെ ആളെയൊക്കെ ചെന്നിട്ട് ഈ നീരൊക്കെ പോകാനുള്ള മരുന്ന് വാങ്ങിച്ച് ഇതിനകത്ത് അടിക്കുന്നുണ്ട്. മരുന്നുണ്ടോ തോന്നല്ലേ? ഇല്ലെന്ന് തോന്നി. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു പോയെന്ന് തോന്നുന്നു. അപ്പോൾ മരുന്നൊക്കെ നമ്മൾ അടിച്ച് ഇതിനെ കുട്ടപ്പനാക്കും. താഴെയില്ല, ടോപ്പിലാണ്. അപ്പോൾ ക്ലൈംബ് യുവർ ഡ്രീമെന്ന് നിങ്ങൾ എഴുതി കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിനെ കുറിച്ചാണ് ഞാൻ കാണിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറിനകത്ത് കയർ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം നിൽക്കുന്നത്. ആ കയറൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഒടിഞ്ഞു വീഴും. ഈ കയറിൻ്റെ പവറിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫിസിക്സ് ചെറുതായിട്ടുണ്ടല്ലോ. കയർ കെട്ടിയത് ഞാനാണ്. അപ്പം കയറ് കെട്ടിയത് ഇങ്ങനെയാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തത് ഞാനാണ്. കയറ് കെട്ടിയതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാം.
കല്ലൊക്കെ ഉണ്ട്. ആ കല്ലൊക്കെ വെച്ചിട്ട് ഞാൻ അതിന് വെയിറ്റ് കൊടുത്തത് അങ്ങനെയാണ് ഇത്. അപ്പം ഈ സാധനം ഒന്ന് കട്ട് ചെയ്താൽ ഇതെല്ലാം പൊളിഞ്ഞു വീഴും. അതേപോലെ തന്നെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൽ കയറുമ്പോൾ കണ്ടു നല്ലപോലെ കിടന്ന് കുലുങ്ങും മരം. ഞാൻ കുലുക്കുന്നുണ്ട്. വേണ്ട ഈ സാധനങ്ങൾക്ക് ഒരു അണക്കവും ഇല്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറുമ്പോൾ ഇത് കുലുങ്ങും. പക്ഷേ ഈ ഇതൊന്നും കുലുങ്ങത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ചെല്ലാൻ നേരത്ത് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ചെടിയാണ്. ചെടിയെ മറികടക്കരുത്. ചെടിയെ അങ്ങനെ മറികടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു പ്രകൃതി ഭംഗിയാണ് പുറത്ത് കാണുന്നത്. അപ്പോൾ പ്രകൃതി ഭംഗിയാണ്. ഇപ്പം കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. നല്ല കൊല്യാണൊക്കെ വരുന്നുണ്ട്. രാവിലെ ഇത് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഇത് കാണാൻ രാത്രി തന്നെയാണ് ബെസ്റ്റ്. മറ്റേത് കാണാൻ രാവിലെയാണ് ബെസ്റ്റ്. ഇതിൻ്റെ ഒരു നിങ്ങൾ തുടക്കത്തിൽ കണ്ടപ്പം ഞാൻ ലൈറ്റൊന്നും ഇട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ലൈറ്റൊക്കെ ഇട്ടത്. അങ്ങനെ നമ്മുടെ സൈഡിലായിട്ട് നമ്മുടെ ബുജ്ജിയുടെ ഹോമും ഉണ്ട്. നമ്മുടെ ബുജ്ജിയുടെ ഹോം ടൂർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഞാൻ വേണമെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, പോയി കാണുക. ഇതാണ് നമ്മുടെ ബുജ്ജിയുടെ ഹോം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക പോയി. പിന്നെ ഇവിടെ ഒരു വിയറ്റ്നാമി പ്ലാവ് ഉണ്ട്. ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. എപ്പോൾ നോക്കിയാലും മാസം ആഴ്ചയിലാണെന്ന് തോന്നല്ലേ? ദിവസമൊന്നും പോടാ ചോദിച്ചിറങ്ങാം. ആഴ്ചയിലാണ്. ആഴ്ച ഈ ചക്ക കളിക്കും. ഇതിന് സീസണൊന്നും വേണ്ട. നമ്മുടെ കേരളത്തിലെ പ്ലാവിൻ്റെ കണക്ക്. അങ്ങനെ ഇവിടെ ഫുള്ളും ഗാർഡനായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിൽക്കാൻ തന്നെ നല്ല ഒരു സന്തോഷമാണ് നമുക്ക്. ഇവിടെ നമുക്ക് രാത്രി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വന്ന് നല്ല സ്ട്രെസ്സായിട്ടിരിക്കുകയാണെങ്കിൽ രാത്രി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതാണ് ഇതിൻ്റെ സീനെന്ന് പറയുന്നത്. ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരിക്കണം. ഇപ്പം ഇത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നോക്ക് കണ്ടോ? ഇതാണ് നല്ലൊരു പ്രകൃതി ഭംഗി. ഉറങ്ങാനൊക്കെ നല്ല രസമാണ്. ഇപ്പം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വല്ല ചേരയോ പാമ്പോ വല്ലതും വരും. ചിലപ്പോൾ വരും. കൊതുകുതിയൊക്കെ കൊണ്ട് നമ്മൾ ഇരിക്കണം. ഇത് വരാത്ത രീതിയിലാണ് നമ്മൾ ബാക്കി വല ഇത് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചേരയൊന്നും വരത്തില്ല. നേരത്തെ വരുമായിരുന്നെന്ന് തോന്നുന്നു, പക്ഷേ ഇനി വരത്തില്ല. കാരണം ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊതുകൊക്കെ പോകാനുള്ള സാമ്പ്രാണിത്തിരിയും മരുന്നുമൊക്കെ നമ്മളിനി അടിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.